ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ബാംഗ്ലൂരിൽ ഇപ്പം എല്ലാ മലയാളികളും പുതിയ പുതിയ ബിസിനസ്സുകൾ വന്ന് തുടങ്ങുകയാണ്. പലതും ഒരു കോർപ്പറേറ്റ് സെക്ടറിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഉള്ള റിക്വയർമെൻ്റ് ആണ് യൂണിഫോംസ്. കാരണം ഇപ്പോൾ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ്സ് ആയിക്കോട്ടെ, കമ്പനീസ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഒരു ചെറിയൊരു കാർ വാഷിംഗ് സെൻറ്റർ ആയിക്കോട്ടെ, അവർ ഭയങ്കര ബ്രാൻഡിങ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. അതിൽ മെയിൻ പാർട്ടാണ് യൂണിഫോംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ബ്രാൻഡാണ് ക്രോഡൻ UK. അപ്പോൾ അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് യൂണിഫോംസ്. അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂർ തന്നെ ഒരുവിധം എനിക്ക് തോന്നുന്നു 80% ജ്വല്ലേഴ്സ്, റെസ്റ്റോറൻറ്റ്സ്, ഇപ്പം ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സിനൊക്കെ യൂണിഫോംസ് കൊടുക്കുന്നത് നിങ്ങളാണ്. അപ്പം നമുക്കത് വലിയൊരു ഇൻഫർമേഷൻ തന്നെയാണ്. കാരണം ബാംഗ്ലൂരിലേക്ക് വരുന്നവർക്ക് മാത്രമല്ല, നമുക്ക് ഓൾ ഇന്ത്യ അല്ലേ? അതെ, ഓൾ ഇന്ത്യ ആൻഡ് ഈവൻ എക്സ്പോർട്ട് ഓൾസോ നമ്മളെ മലയാളികൾ ഇഷ്ടം പോലെ ഇന്ത്യയുടെ പുറത്ത് ബിസിനസ്, ഹൈപ്പർ മാർക്കറ്റ്സ്, ഹോസ്പിറ്റൽസ്, ഹോട്ടൽസ്, അപ്പോൾ അവർക്കൊക്കെ നമ്മൾ യൂണിഫോം ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. സോ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് നിങ്ങളിപ്പോൾ യൂണിഫോംസ് സ്റ്റാർട്ട് ചെയ്തിട്ട്? യൂണിഫോം ഇപ്പം ഞങ്ങൾ സെക്കൻഡ് ജനറേഷനായി. ഞങ്ങൾ ഒരു 40 ഇയേഴ്സോളമായി ഇപ്പോൾ യൂണിഫോം ചെയ്യുന്നത്. ഞങ്ങൾ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ ഇന്ത്യയുടെ പുറത്തുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ യൂണിഫോം റിക്വയർഡ് ആയിട്ടുള്ള വലിയ വലിയ കമ്പനികളുണ്ട്. ഈ ഒരു 100 എംപ്ലോയീസിൽ മേലെയുള്ള വലിയ വലിയ കമ്പനികൾക്ക് നമ്മൾ യൂണിഫോം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഇപ്പോൾ ഹോസ്പിറ്റാലിറ്റി സെക്ടർ ആയാലും, ഇൻഡസ്ട്രീസ് ആയാലും, വലിയ വലിയ കോർപ്പറേറ്റ് ഓഫീസസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈവൻ സ്കൂൾസ്, വലിയ വലിയ സ്കൂൾസും, പിന്നെ കൺസ്ട്രക്ഷൻ കമ്പനീസ്, ഇവർക്ക് വേണ്ട എല്ലാ കാറ്റഗറിയിലെ എല്ലാ സ്റ്റാഫിൻ്റെ ഒക്കെ യൂണിഫോംസ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. പിന്നെ അവരുടെ ഇപ്പോൾ ഡിസൈനിങ് വരെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഇപ്പോൾ പുതിയൊരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഫാഷൻ ഇൻ വർക്ക് വെയർ. നമ്മളിപ്പോൾ ഡെയിലി ഒരു 5 ദിവസം 6 ദിവസം വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് നമ്മൾ യൂണിഫോം നമ്മളെപ്പോഴും പുതിയ പുതിയ കളേഴ്സ് അല്ലെങ്കിൽ പുതിയ പാറ്റേൺസ്, അത് അവർ ഡെയിലി അവരുടെ ഒരു മേജർ ടൈം അവർ സ്പെൻഡ് ചെയ്യണത് ഓഫീസിലോ അല്ലെങ്കിൽ അവരുടെ ജോലി പ്രൊമൈസസിലായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ട കംഫർട്ട്, അവരുടെ വർക്കിംഗ് എൻവയറമെൻറ്റിനനുസരിച്ചുള്ള ഏറ്റവും ബെസ്റ്റ് യൂണിഫോം നമ്മൾ സജസ്റ്റ് ചെയ്യും. അത് നമ്മൾ ടൈംലി ഡെലിവറി ചെയ്യും. ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി വിത്ത് ഗ്യാരണ്ടിയാണ് നമ്മൾ ചെയ്തു കൊടുക്കുക. സോ ഇപ്പം നിങ്ങളിപ്പോൾ ഒരു 100 എംപ്ലോയീസിൻ്റെ മുകളിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. അതെ. ഇനി അതേപോലെ തന്നെ ഇപ്പം ചെറുകിട മീൻസ് ലൈക്ക് ഒരു മിഡിൽ ക്ലാസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ്സ്, ചെറിയൊരു ചെയിൻ ഓഫ് 2-3 റെസ്റ്റോറൻറ്റ്സ് ഒക്കെ എന്ന് പറയുമ്പോൾ അവർക്ക് ആവശ്യം ഒരു 70 അല്ലെങ്കിൽ 60 ആവും. അതും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു യങ് ഓൺട്രപ്രണർഷിപ്പിൽ തുടങ്ങുന്ന പുതിയ സ്റ്റാർട്ടപ്സ്, ഇവർക്കൊക്കെ യൂണിഫോംസ് വളരെ അത്യാവശ്യമാണ്. എന്നുവെച്ചാൽ ഒരു കമ്പനിയുടെ ഒരു ക്രെഡിബിലിറ്റിയിൽ യൂണിഫോം ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മൾ മെയ്ഡ് ടു മെഷർമെൻറ്റ് ചെയ്തു കൊടുക്കും. പിന്നെ അവർക്ക് വർക്കിംഗ് എൻവയൺമെൻറ്റ് അനുസരിച്ച് അവരുടെ ലോഗോ ബ്രാൻഡിങ്, അവർക്ക് എന്ത് ലോഗോ ആണ്, എന്ത് കളർ തീമാണ്, അതിനനുസരിച്ചുള്ള നമ്മൾ ഏത് ടൈപ്പ് പാറ്റേൺ ആണ് അവർക്ക് വേണ്ടത്, അതെല്ലാം നമ്മൾ. ഇതിപ്പോൾ നമ്മൾ ഷർട്ട്സ് മാത്രമാണോ അല്ലെങ്കിൽ എനിത്തിങ്? ഫ്രം ഷർട്ട്സ്, ട്രൗസേഴ്സ്, ടീഷർട്ട്സ്, ബ്ലേസേഴ്സ്, ജാക്കറ്റ്സ്, പിന്നെ ഡെനിംസ്. ഇപ്പോൾ പുതിയൊരു കോൺസെപ്റ്റ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത് സസ്റ്റൈനബിൾ ഫാബ്രിക്സ് ആണ്. നമ്മൾ റീസൈക്കിൾഡ് ഫാബ്രിക്സ്. അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ വേൾഡ് വൈഡ് ഡിമാൻഡ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ വളരെ പ്രീമിയം ആയിട്ടുള്ള കമ്പനീസൊക്കെ അവർക്കൊക്കെ ഇപ്പോൾ അവർ പ്രിഫർ ചെയ്യുന്ന സസ്റ്റൈനബിൾ ഫാബ്രിക്സ് ആണ്. ദാറ്റ് ഇസ് എ റീയൂസബിൾ ഫാബ്രിക്. അപ്പോൾ ഒരു എക്കോ ഫ്രണ്ട്ലി, ഗോ ഗ്രീൻ, അതിപ്പോൾ ഇപ്പോഴത്തെ ഒരു വേൾഡിലൊരു വളരെ നെസസിറ്റി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ യൂണിഫോം എന്ന് പറയുമ്പോൾ അതൊരു വളരെ ഇൻഫീരിയർ ക്വാളിറ്റി ആയിട്ട് നമ്മൾ അതിനെ കാണുന്നതിന് പകരം അത് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടും ഈസി ടു അയൺ അല്ലെങ്കിൽ ഡെയിലി വാഷ്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഫാബ്രിക് ആയിരിക്കും നമ്മൾ കൊടുക്കുക. ഇപ്പം നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇപ്പം നമ്മളൊരു കമ്പനിയിലേക്കോ അല്ലെങ്കിൽ എനി സെക്ടർ, ആ സെക്ടറിലേക്ക് പോകുന്ന സമയത്ത് ആ യൂണിഫോം എത്രത്തോളം അടിപൊളിയാണ് അല്ലെങ്കിൽ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നതെങ്കിൽ അവിടെ ആ കസ്റ്റമർ ഹാപ്പിയാണ്. ബിക്കോസ് അവിടെ കുറേ കാര്യങ്ങൾ ചേഞ്ചായി, മൈൻഡ് തന്നെ ചേഞ്ച്. വെരി ട്രൂ. അല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു മീറ്റിങ്ങിന് പോകുമ്പോഴും നമ്മുടെ കമ്പനിയിൽ ഏതെങ്കിലും ഒരു ക്ലയൻറ്റ് വരുമ്പോൾ നമ്മളുടെ പർപ്പസ് എന്താണെന്നുള്ളത് നമ്മുടെ ഒരു ഔട്ട്ഫിറ്റ് കൊണ്ട് തന്നെ ഒരു 90% ഇറ്റ് ഈസ് കൺവേഡ്. അതുകൊണ്ട് യൂണിഫോം മേക്സ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് റോളാണ് ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഹോട്ടലിൽ പോകുമ്പോഴും അതിൻ്റെ ഹൈജീന്, നമ്മുടെ ഓഫീസുകളിൽ പോകുമ്പോൾ അവരുടെ സിസ്റ്റമാറ്റിക് അപ്രോച്ച്, അവരുടെ ക്രെഡിബിലിറ്റി, അതൊക്കെ സർവീസിൻ്റെ ട്രസ്റ്റ്, ഇതെല്ലാം ഒരു
ക്ലയൻ്റ് എപ്പോഴും കസ്റ്റമർ എപ്പോഴും കാണുന്നത് അവരുടെ ഔട്ട്ഫിറ്റിലാണ്, അവരുടെ പ്രസൻറ്റേഷനിലാണ്. അതിൽ യൂണിഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ബാംഗ്ലൂരിൽ മാത്രമല്ല, ഇനിയിപ്പോൾ കേരളത്തിലാണെങ്കിലും ഓൾ ഇന്ത്യ, ഇനിയിപ്പം പുറത്താണെങ്കിലും നിങ്ങളൊരു കമ്പനിക്ക് യൂണിഫോംസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് എത്ര ക്വാണ്ടിറ്റി ആയിക്കോട്ടെ, മീൻസ് ലൈക്ക് എനി വോളിയൂംസ്. ഞങ്ങൾക്ക് ഇപ്പോൾ വി ഹാവ് എ കപ്പാസിറ്റി ഇൻ ബാംഗ്ലൂർ. ഒരു യൂണിറ്റ് നമുക്ക് കപ്പാസിറ്റി ഒരു 5,000 to 8,000 പീസ് പെർ മന്ത് നമുക്ക് ചെയ്യാം. നമ്മുടെ മിനിമം ക്വാണ്ടിറ്റി നമുക്ക് ഒരു എന്താ പറയുക 50 to 100 പീസസ് വരെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മളെ സംബന്ധിച്ചിടത്തോളം. എന്ന് വെച്ചാൽ ഏതൊരു പുതിയ ആൾക്കാർക്ക് യൂണിഫോം ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ വലിയ ക്വാണ്ടിറ്റിയിൽ തുടങ്ങാൻ പറ്റില്ല. അപ്പോൾ അവർ നമ്മളെ പ്രിഫർ ചെയ്യാറുണ്ട്. നമ്മൾ അവർക്ക് വേണ്ട ലോഗോ നമ്മൾ എംബ്രോയിഡറി ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ പ്രിന്റിങ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഹൈ ഡെൻസിറ്റി പ്രിന്റ് ചെയ്യാറുണ്ട്, HD പ്രിന്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സ്ക്രീൻ പ്രിന്റ് ചെയ്ത് കൊടുക്കും. സബ്ജക്റ്റ് എങ്ങനെയാണ് അതിന് ലൈഫ് കൂടുതൽ കിട്ടുക, ആ ഒരു പ്രോസസ്സ് നമ്മൾ യൂണിഫോമിൽ എപ്പോഴും ചെയ്യാറുള്ളൂ. പിന്നെ ഞങ്ങളുടെ ഇത്രയും നാളത്തെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ടൈംലി ഡെലിവറി, പിന്നെ നമ്മളുടെ എന്താ പറയുക ക്വാളിറ്റി, അത് നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാറില്ല. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന കമ്പനീസ് എന്ന് പറഞ്ഞാൽ ജ്വല്ലറി സെക്ടറിലുണ്ട്, നമ്മളുടെ എന്താ പറയുക റീറ്റെയിൽ ഷോറൂംസ് ഉണ്ട്, കാർ ഷോറൂംസ് ഉണ്ട്, പിന്നെ വലിയ വലിയ കൺസ്ട്രക്ഷൻ കമ്പനീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ മാതിരി നമ്മളുടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് അവരുടെ കൺസിസ്റ്റൻറ്റ് സർവീസ് നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് വലിയൊരു ഇൻഫർമേഷൻ തന്നെയാണ്. കാരണം ബാംഗ്ലൂരിലേക്ക് ഇനി ഒരു പുതിയൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഇനിയിപ്പം ബിസിനസ് നടത്തുന്നവരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരു യൂണിഫോംസ് എല്ലാവരും നോക്കുന്നുണ്ട്, എല്ലാവരും യൂണിഫോമിനെ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് തന്നെയാണ് ക്രോയിഡൻ UK നമുക്ക് പരിചയപ്പെടുത്താൻ. താങ്ക് യു ജസ്റ്റ്, താങ്ക് യു സോ മച്ച്. എന്തായാലും ഞാൻ ഇവരുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും കൊടുക്കുന്നുണ്ട്. സോ നിങ്ങളുടെ എൻക്വയറീസ് ഇനിയിപ്പം നോട്ട് ഓൺലി യൂണിഫോംസ്, നിങ്ങൾക്ക് ഇവർ ഹോൾസെയിലായിട്ടാണെങ്കിലും ബെസ്റ്റ് ക്ലോത്തിങ്ങിൻ്റെ ബ്രാൻഡും പ്രൊഡക്ട്സ് ഒക്കെ ഇവിടെ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്. അതിനെയും കുറിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റും. താങ്ക് യു.